ഒരിക്കൽ നമ്മെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്ന കാരണങ്ങൾ തന്നെയാണ് ഇന്ന് ഒരുപാട് നമ്മെ വേദനിപ്പിക്കുന്നതും. വേർപാടുകൾ എന്നും വേദനകൾ തന്നെയാണ്. പിണക്കം വാക്കുകൾ കൊണ്ടാകാം, ഒരിക്കലും മനസ്സുകൊണ്ടാകരുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവില്ല എന്നതാണ്. അമിത പരിഗണനയ്ക്കൊടുവിൽ അവഗണനയുടെ ദിനങ്ങൾ വരും. ഒരു ദിശയിലേക്ക് നീങ്ങുന്ന പരസ്പരം അറിയാത്ത രണ്ടു യാത്രക്കാരെ പോലെ. ചിലർ നമ്മളെ സ്നേഹിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും കുറയും. നമ്മൾ മിസ് ചെയ്യുന്ന പോലെ ഒരാൾക്ക് ഇങ്ങോട്ട് നമ്മളെ മിസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് വേണ്ടി ചിന്തിക്കുന്ന സമയം മുഴുവൻ പാഴാണ്. ഭ്രാന്തമായ ഇഷ്ടം ആരോടും തോന്നാതിരിക്കട്ടെ. കാരണം അവരുടെ അവഗണന നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിക്കും. ഒരുപക്ഷെ ഒരുമിച്ചിരുന്നു പോയാൽ മനോഹരമാകുന്നതിനെ മാത്രമേ കാലമെന്നും വേർപെടുത്തിയിട്ടുള്ളൂ. ആരും ഇല്ലാതാവുന്നതല്ല. ആരൊക്കെ ഉണ്ടായാലും ആ ഒരാൾ ഇല്ലാതെയാവുന്നത് തന്നെയാണ് ഒറ്റപ്പെടൽ. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെയുള്ളൂ. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. മറ്റുള്ളവർ എന്തു ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല. വിശദീകരണങ്ങൾ നൽകാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം എന്തു തന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും. ജീവിതത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായേക്കാം. എല്ലാവരോടും ക്ഷമിക്കുകയും മനസ്സ് തുറന്ന് സ്നേഹിക്കാനും തയ്യാറാവുക. നമുക്ക് ആ അവസരം ജീവിതത്തിൽ വീണ്ടും ലഭിച്ചേക്കില്ല. നിങ്ങൾ എത്രമാത്രം ദരിദ്രനായിക്കൊള്ളട്ടെ, നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇന്നേ വരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത അത്ര കഠിനമായി പ്രവർത്തിക്കുക. ജീവിത വിജയം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് പണമായിരിക്കാം, ചിലർക്ക് സ്നേഹമുള്ള കുടുംബമായിരിക്കാം, ചിലർക്ക് നല്ല ജോലിയായിരിക്കാം. മറ്റുള്ളവരുടെ വിജയത്തിന്റെ അളവുകോൽ കൊണ്ട് സ്വന്തം വിജയം അളക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ നിറമുള്ളത് മഴവില്ലിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറമുള്ളത് മനുഷ്യന്റെ മനസ്സുകൾക്കാണ്. സാഹചര്യങ്ങൾക്കും ആളുകൾക്കും അനുസരിച്ച് അതിന്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും. സൂര്യൻ ഏകനായാണ് ആകാശത്ത് ജ്വലിക്കുന്നത്. എന്നാൽ അത് ഒരു കൂട്ടം നക്ഷത്രങ്ങളെക്കാളും തിളക്കമുള്ളതാണ്. സഞ്ചരിക്കുന്ന പാത മോശമാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും യാത്ര അവസാനിപ്പിക്കാത്തിടത്തോളം ലക്ഷ്യസ്ഥാനം സാധ്യമാണ്. ബഹുമതി സ്വന്തമാക്കുന്നതിലല്ല, ബഹുമാനം നേടുന്നതിലാണ് ഒരു മനുഷ്യന്റെ അന്തസ്സ് കുടികൊള്ളുന്നത്. ജ്ഞാനികളോടൊപ്പം നടക്കുന്നവൻ ജ്ഞാനിയാകും. എന്നാൽ വിഡ്ഢികളുടെ കൂട്ടാളി ദോഷം വിളിച്ചു വരുത്തും. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളോട് തിരിച്ചും സ്നേഹമുണ്ടെങ്കിൽ അത് വെളിപ്പെടാൻ ഇത് സഹായിക്കും. വീഴ്ചകൾ സ്വാഭാവികമാണ്. പക്ഷേ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്കേ വിജയമുണ്ടാകൂ. തളർന്നു വീഴുമ്പോൾ അറിയാം മനസ്സുകൊണ്ട് മാത്രം സ്നേഹം തന്നവരെയും അഭിനയം കൊണ്ട് നേട്ടം കൊയ്തവരെയും. നിങ്ങൾക്ക് നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ സഹായിക്കും, കൂടുതൽ വിശ്വസിക്കും, കൂടുതൽ സ്നേഹിക്കും. മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ വേദനിക്കേണ്ടിയും വരും. ഒരു വായും രണ്ട് ചെവികളുമായാണ് മനുഷ്യൻ ജനിച്ചത്. അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാകുക. തളർത്താൻ പാകത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തേടിയെത്തിയേക്കാം.
തോൽപ്പിക്കാനായി എതിരാളികൾ നിരന്നു നിന്നേക്കാം. എങ്കിലും തോറ്റുകൊടുക്കരുത്. ഈ യാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്കു വെച്ച് നിർത്താനുള്ളതല്ല. തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ട് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ കഴിയുന്നിടത്തേ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഒരു പ്രശ്നത്തെ പണം ഉപയോഗിക്കാതെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പ്രതിസന്ധിയാണ്. പണം ഉപയോഗിക്കേണ്ടി വന്നാൽ അതൊരു ജോലിയായി മാറും. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയായിരിക്കണം സ്നേഹബന്ധങ്ങൾ. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തുക. മരണം ഒന്നിനുമുള്ള പരിഹാരമല്ല, അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നുപോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാകും. നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകളായിരിക്കാം ആയുസ്. ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന അബദ്ധങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിനൊക്കെ ഒരു ആയുസിന്റെ വലിപ്പം ഉണ്ടായെന്ന് വരാം. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം എത്ര ചെറുതാണെങ്കിലും അത് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും ചെയ്യാൻ കഴിയും. നമ്മുടെ വ്യക്തിത്വം മികവുറ്റതാകുന്നത് സ്വയം വിലയിരുത്തലുകളും വിമർശനങ്ങളും നടത്തുമ്പോഴാണ്. നമ്മുടെ അഹന്തയെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല സമ്പത്ത്. അത് ദരിദ്രരെ സഹായിക്കാനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും ഉപകരിക്കേണ്ട ഒന്നാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് കാത്തുനിൽക്കാതെ നമ്മൾ ഏതാണോ ചെയ്യുന്നത് അതിൻ്റെ പരമാവധി ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങളെ കുറയ്ക്കുന്നതിലാണ് നമ്മുടെ സമാധാനം നിലനിൽക്കുന്നത്. അവ വർദ്ധിക്കുന്നത് സമാധാനം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. വീണുപോകുമെന്ന് തോന്നുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. വേദനയുടെ ആഴമറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വിലയറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ അധികമാരും ഉണ്ടാകില്ല എന്നതാണ് സത്യം. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലുപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേർ ഉണ്ടാകും. എന്നാൽ അതിനു മുമ്പ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. ജീവിതത്തിലെ നല്ല പാഠങ്ങൾ പലപ്പോഴും മനസ്സിലാക്കി തരുന്നത് മോശപ്പെട്ട ആളുകളാണ്. എന്നാൽ ആ പാഠം ഉൾക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ വിലയിരുത്തരുത്. ആരെയും ബോധ്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ താൽക്കാലിക യാത്രക്കാർ മാത്രമാണ്. നിന്നെ വേദനിപ്പിക്കുന്നവരോടും പറ്റിക്കുന്നവരോടും നീ ഒന്നും തിരിച്ചു ചോദിക്കരുത്. കാലം അവർക്കുള്ളത് മാറ്റിവെച്ചിട്ടുണ്ട്. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട്. ആരിൽ നിന്നും തിരിച്ച് സ്നേഹം പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി ആശ്വസിപ്പിക്കാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കാനും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അതിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. തോൽക്കാൻ ഒരു വിഷമവും ഇല്ല. ജീവിതമല്ലേ, ജയവും തോൽവിയും സാധാരണം.
പക്ഷെ ചിലർ നമ്മളെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് അറിയുമ്പോഴാണ് നാം ശരിക്കും തോൽക്കുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമുക്കു വേണ്ടിയും ചിലതൊക്കെ ചെയ്യണം. നമുക്കു വേണ്ടിയും അല്പസമയം മാറ്റിവെക്കണം. നമുക്കു വേണ്ടിയും ജീവിക്കണം. ഉരുകിയാൽ മാത്രം പോരാ, നമ്മിലെ പ്രകാശം ആസ്വദിക്കുകയും വേണം.